പക്ഷെ ഇതൊന്നും ഞാൻ ഒന്നും പറയാതെ എന്താണ് പടം ടോട്ടലി എന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഇരുന്ന ഒരാളാണ്. പക്ഷെ ആ പടം കണ്ടപ്പോ ഏറ്റവും കൂടുതൽ എന്റെ നെടും തൂൺ എന്ന് പറഞ്ഞ ഈ കഥാപാത്രമാണ് സാറ എന്ന കഥാപാത്രം. ഒരു മാറ്റമില്ല. ആളുകളെ പിടിച്ചിരുത്തുന്ന, ആളുകളെ ചിന്തിപ്പിക്കുന്ന, ആളുകളെ കരയിപ്പിക്കുന്ന. ഇപ്പൊ ഞാൻ ഡയലോഗ് സ്പീഡ് പറയുമ്പോൾ ലാൽ സാർ പറയും മെല്ലെ പറ, ഡബില് പണി കിട്ടും. നിങ്ങൾ ഒരൊറ്റ ആള് കാരണം ഇതല്ല. ജിത്തു സാറും എനിക്ക് അത്രയും സപ്പോർട്ട് തന്നു, ഒരു നല്ലൊരു ടീച്ചറായിട്ട് എന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്പേസ് ആണ് എനിക്ക് പെർഫോം ചെയ്യാൻ. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാര് അവരെങ്ങനെയാണ്, എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, അവരുടെ ലിസണിങ് എങ്ങനെയാണ്, അതിനെ ഒബ്സർവ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് സ്ക്രിപ്റ്റ് ഞാൻ ഡയലോഗ് വായിക്കുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര എന്ന് തോന്നിയൊരു മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, ഇന്ത്യസ് #1 ലാംഗ്വേജ് അക്കാദമി. നമസ്കാരം. ഒരു സൂപ്പർ സിനിമയുടെ വിജയം കഴിഞ്ഞിട്ട് ആ വിജയം ആഘോഷത്തിന്റെ ദിവസം തന്നെ എനിക്ക് അനശ്വരയെ കിട്ടി. ആ സിനിമ പറയുമ്പോൾ എനിക്ക് കണ്ണു നിറയുന്നു. കാരണം ഞാൻ അന്ന് അനശ്വരയ്ക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടു, എല്ലാവരെയും കരയിപ്പിച്ചില്ലെന്ന്. അനശ്വര, ഉള്ളിൽ നിന്ന് പറയണം, എല്ലാവരെയും കരയിപ്പിച്ചു കേട്ടോ. താങ്ക് യു. ഞാൻ അനശ്വരയെ കണ്ടിരുന്ന പല സിനിമ കണ്ടെങ്കിൽ ഈ സിനിമ കണ്ടപ്പോൾ വല്ലാത്ത ആഴത്തിൽ ഫീൽ ചെയ്ത ഒരു സിനിമയാണ്. എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നില്ല. നമുക്കൊക്കെ ഒത്തിരി സന്തോഷം തന്ന ഒരു മുഹൂർത്തമായിരുന്നു അനശ്വര. എന്തു തോന്നുന്നു ഈ വിജയം കണ്ടതിന് ശേഷം? ഒരുപാട് സന്തോഷത്തിലാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും കമന്റ്സും എല്ലാവരുടെ റിവ്യൂസും ആപ്രിസിയേഷനും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്ത് എല്ലാ റിവ്യൂസും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന്ന് വെള്ളം വരുവാണ്. ആക്ച്വലി ഭയങ്കര സങ്കടം വരുന്നുണ്ട്, സന്തോഷത്തോടെയുള്ള ഒരു കരച്ചിൽ വരുന്നുണ്ട്. അപ്പം എല്ലാ റിവ്യൂസും വായിച്ച് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. നിലവിൽ ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഇന്റർവ്യൂവിലും ഇതിലൊക്കെ പറഞ്ഞു. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം കഥ കേട്ടപ്പോഴും ഈ സബ്ജക്ട് എടുക്കണമെന്ന് ഒന്നും ചിന്തിക്കാതെ എടുത്ത സബ്ജക്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയാവുമെന്ന് ചിന്തിക്കാത്ത ഒരു വിജയം അല്ലെ? അത് മനസ്സിൽ ഓടിയെത്തപ്പോൾ ഏറ്റവും ആദ്യം കോൾ ചെയ്ത ആരെയായിരിക്കും? എങ്ങനെ പടം ഇറങ്ങി റിലീസ് കഴിഞ്ഞപ്പോ ആക്ച്വലി ഞാൻ വിളിക്കേണ്ട ആളെന്റെ എന്റെ ചേച്ചി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ മിക്കവാറും ഞാൻ പടം ഇപ്പോ കണ്ട് റിവ്യൂസ് എന്താ ഫസ്റ്റ് ഞാൻ കണ്ടില്ല. അപ്പം എനിക്ക് സുജാതയുടെ ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കോൾസും ഒരു മെസ്സേജ് ഒക്കെ പോലെയായിരുന്നു. അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെയാണോ റിയാക്ട് ചെയ്ത് അതുപോലെയായിരുന്നു എനിക്ക് നേരിറങ്ങിയ സമയത്ത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് വിളിക്കുന്നു, റിലീസിന് മുന്നേ വിളിക്കുന്നു, അവർ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് കുറെ പേര് ഭയങ്കര വർക്കായി പടം കഴിഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പൊ ഞാൻ ട്രാവൽ ചെയ്യായിരുന്നു. കുട്ടിക്കാനത്ത് ഞാൻ കൊച്ചി വരെ വരുമായിരുന്നു. നൈറ്റ് ഷോ ആണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോ ആ ട്രാവൽ വരെ മൊത്തം കോളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ റിവ്യൂ ആണ്, അത് പിടിച്ചിരിക്കുകയായിരുന്നു. കാണേണ്ട റിവ്യൂ കാണേണ്ട, നേരിട്ട് പടം കണ്ട അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിളിക്കണം, അല്ലെങ്കിൽ ഇതാണ് റിവ്യൂ എന്ന് പറയേണ്ട ആൾ എന്റെ ചേച്ചിയാണ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ആൾ എന്റെ കൂടെ ഉണ്ട്, ആളും ഭയങ്കര ഹാപ്പിയാണ്. ആളൊന്നും കാണാതെ നേരിട്ട് പടം കാണണം. ഇത് ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ മിക്ക സ്ക്രിപ്റ്റുകളും ഞാൻ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ഒന്നും പറയാതെ, ഷൂട്ടൊന്നും ചില ലൊക്കേഷൻ അവള് വരാറുണ്ട്, പക്ഷെ അവള് ലൊക്കേഷനിൽ ഒന്നും വരാതെ ഒരു എന്താണ് പടം ടോട്ടലി എന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഇരുന്ന ഒരാളാണ്. പക്ഷെ ആ പടം കണ്ടപ്പോ ഏറ്റവും കൂടുതൽ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് എനിക്ക് സ്നേഹം വന്നപ്പോ എനിക്ക് ഏറ്റവും പിടിച്ചത് ചേച്ചിയാണ്. ഈ ലാലേട്ടൻ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഈ കുട്ടി ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. ലാലേട്ടൻ ഒരു വാക്കാണ്, ഈ കുട്ടി ഗംഭീരമായിട്ട് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു. ഇന്നാണ് ലാലേട്ടൻ അത് കഴിഞ്ഞ് കാണുന്നത്, റിലീസിന് ശേഷം ഇന്നാണ് കാണുന്നത്. ഞാൻ റൂമിലോടൊപ്പം ലാലേട്ടൻ കാണുന്നതല്ലേ, ആ ഒരു മൊമെന്റ് ഒന്ന് ഓർത്തേ. ലാലേട്ടൻ അപ്പോഴും ഒന്നും പറയാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അത് എനിക്ക് ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒരു ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്നൊരു ആക്ടറെ കാണുമ്പോൾ ഒരു വണ്ടർ ഉണ്ടല്ലോ, അതും ഇറ്റ് ദ സെയിം ടൈം ആ പേഴ്സൺ നമ്മള് ഒരു ആക്ടേഴ്സിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറയുന്നത് നേരിട്ട് കണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ആക്ടറിൽ നിന്ന് കൂടെ അഭിനയിക്കാം. അല്ലിപ്പോ വന്നിട്ട് നന്നായിട്ടുണ്ട്, ആളുടെ അടുത്ത് ഒരു അപ്രിസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആളുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക. അതേപോലെ ഇപ്പൊ സാറിപ്പോ കണ്ടപ്പോഴും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് അതിനകത്തൊക്കെ. ഈ സിനിമയുടെ നെടും തൂൺ എന്ന് പറഞ്ഞ ഈ കഥാപാത്രമാണ് അല്ലെ സാറ എന്ന കഥാപാത്രം. ഒരു മാറ്റമില്ല. ലാലേട്ടനുണ്ട്, എല്ലാവരും. പക്ഷെ ഇതിന്റെ ഒരു നട്ടല്, ആളുകളെ പിടിച്ചിരുത്തുന്ന, ആളുകളെ ചിന്തിപ്പിക്കുന്ന, ആളുകളെ കരയിപ്പിക്കുന്ന അത്ര റിസ്ക് ഉള്ള ഒരു ടാസ്ക് ആണ് എടുത്തത്. അത് ഭയപ്പെട്ടിരുന്നു?
ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഷോട്ടിന്റെ സമയത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അറിയില്ല ഇങ്ങനത്തെ എങ്ങനെയാണ് ഇത് ചെയ്ത് ഫലിപ്പിച്ചില്ല. ഇത് ഇപ്പൊ ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ക്യാരക്ടർ ബ്ലൈൻഡ് അല്ല എന്ന് ഏതെങ്കിലും ഒരു സീനിലോ ഒരു ഷോട്ടിലോ തോന്നിക്കഴിഞ്ഞാൽ തന്നെ അങ്ങനെ തോന്നിരുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടി എനിക്ക് അതിനകത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ജിത്തു സാറും എനിക്ക് അത്രയും സപ്പോർട്ട് തന്നു. ഒരു നല്ലൊരു ടീച്ചറായിട്ട് എന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് എനിക്ക് ആ ടെൻഷനിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞ് ജിത്തു സാറിന് സാർ ഓക്കെ ആണോ നോക്കിയ സാർ ഓക്കെ ആണ്, സെറ്റ് ആണ്, അത് ഓക്കെ നമുക്കത് ആ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് സാറിന്റെ അടുക്കുന്ന ഒരു ഓക്കെ കിട്ടിയ സമയത്ത് എനിക്ക് കുറച്ചും കൂടി കോൺഫിഡന്റ് ആയി. അങ്ങനെ ഓരോ സീനും കഴിയുന്ന സമയത്ത് എന്നിലുള്ള ആക്ടർ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിലെ ആക്ടറെ വളർത്താൻ പറ്റിയ എനിക്ക് ആ സെറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സ്കൂളായിരുന്നു. ആക്ടേഴ്സ് ആയാലും ഡയറക്ടർ ആയാലും എല്ലാവരുടെയും കൂടെ വർക്ക് ഒരു സ്കൂളായിരുന്നു. എന്നിലെ ആക്ടറെ കുറച്ചും കൂടി വളർത്തിയെടുത്ത ഒരു സെറ്റ് എന്ന് പറയുന്നത് നേരായിരുന്നു. അനശ്വരയുടെ ഒരു കുട്ടിത്തമാണ് അല്ലെ, നമ്മളെ കാണുന്ന ഒരു കുട്ടിത്തമുള്ള നമ്മുടെ അയൽവക്കത്തുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്റെ മോൾ, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളുടെ മോൾ, ഇങ്ങനെയാണ് അനശ്വരയെ കാണുന്നത്. പക്ഷെ അതിലും വലിയ മെച്ചുവറായ ഒരു ക്യാരക്ടറാണ് ഇതിലേക്ക് വന്നു ചേർന്നത് അല്ലെ. അത് നമ്മൾ ഒത്തിരി പേര് ചെയ്തു വെച്ചിട്ടുണ്ട്, പല ക്യാരക്ടർ വലിയ വലിയ ആക്ടേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിലുണ്ട്. അനശ്വരയെ ഈ ക്യാരക്ടർ ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും ആദ്യം തോന്നിയ ഒരു സംഭവമുണ്ട്, ഇത് എന്നിൽ ഏൽപ്പിച്ചു ഇത്രയും വലിയ ക്യാരക്ടർ. അപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യം എന്തായിരിക്കും? സാർ എന്നെ ഫസ്റ്റ് വിളിച്ചിട്ട് ഇതാണ് സ്റ്റോറി, ഇങ്ങനെയാണ് ഈ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഭയങ്കര ഹുക്കായൊരു കാരണം ഭയങ്കര സ്പേസ് ആണ് എനിക്ക് പെർഫോം ചെയ്യാൻ എന്ന് എനിക്ക് മനസ്സിലായി. എന്നിലെ ആക്ടിങ്ങിൽ ഭയങ്കര സ്പേസ് ഉണ്ട് പെർഫോം ചെയ്യാൻ. അപ്പം അത് സാറ് ധൈര്യത്തോടെ എന്നെ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യാൻ പറ്റും എന്ന് സാറിന് തോന്നി എന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അതിലെന്നെ പിക്ക് ചെയ്തു. പിന്നെ ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഇത്രയും റിസ്ക് ഉള്ള ഒരു ക്യാരക്ടറിന് എന്നെ ചൂസ് ചെയ്തു. അതിപ്പം ചെയ്ത് കഴിഞ്ഞപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം. ജിത്തു സാർ അതിനെ പിക്ക് ചെയ്ത സമയത്ത് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. ആൾക്ക് ആ ഒരു ആൾ എന്നിൽ അർപ്പിച്ച ഒരു കോൺഫിഡൻസിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിന് ജിത്തു സാറിനോട് തന്നെ എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുണ്ട്, സാറ് എനിക്ക് തന്നതിന്. ഈ കോർട്ടിലൊക്കെ വെച്ച് ലാലേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ കുറെ ഉണ്ടല്ലോ. ആദ്യം കാണാൻ വരുന്ന വീട്ടിൽ വന്ന് ലാലേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ. ലാലേട്ടൻ ഓരോ സീൻ കഴിയുമ്പോൾ എന്താണ് പറഞ്ഞു ഓർക്കുന്നത്? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഭയമാണ്, ലാലേട്ടൻ മുമ്പിലാണ് നിൽക്കുന്നത് അല്ലേ? അതെ അതെ. ഞാൻ ലാൽ സാറിന്റെ കൂടെ ഫസ്റ്റ് കോമ്പിനേഷൻ സീനിൽ എനിക്ക് വലിയ ഡയലോഗ് തന്നേക്കായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് ഓരോന്ന്. അപ്പം അതായത് ഡയലോഗ് പോവോ എന്നുള്ളൊരു സാധനം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡയലോഗ് സ്പീഡ് പറയുമ്പോൾ ലാൽ സാർ പറയും മെല്ലെ പറ, ഡബില് പണി കിട്ടും, മെല്ലെ പറ എന്ന് പറയായിരുന്നു. ബട്ട് ആളെന്ന് വെച്ചാൽ എത്ര വലിയ ഡയലോഗ് ആണെങ്കിലും എന്താണെങ്കിലും അത്രയും സമയം ഭയങ്കര കൂളായിട്ട് നിന്ന് ഭയങ്കര ചിലാലടുത്തിന് തമാശയൊക്കെ പറഞ്ഞു പെട്ടെന്ന് ആക്ഷൻ പറയുന്ന സമയത്ത് സ്പോട്ടില് മാറുന്ന ഒരാളാണ്. അതായത് നമ്മളെയൊക്കെ ഭയങ്കര ലൈറ്റ് ആക്കി വെച്ചുകൊണ്ട്, അത് സെറ്റിൽ ഇപ്പൊ എല്ലാവരും ആണെങ്കിലും ഭയങ്കര ലൈറ്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മളെല്ലാ കോൺവെർസേഷനിലും ഇൻക്ലൂഡ് ചെയ്യിച്ച് ഷോട്ടിന്റെ സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് എന്തുകൊണ്ട് പെർഫോം ചെയ്യുന്ന ആക്ടറാണ്. അപ്പോ അങ്ങനെ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. സാറ് പറഞ്ഞതാണ് ഡബിങ്ങിന് പണി കിട്ടും, സ്പീഡ് കുറയ്ക്കും, നല്ല സ്പീഡ് കുറച്ചാൽ വളരെ നന്നായിരിക്കും എന്നോട് സാറ് പറഞ്ഞായിരുന്നു. ഈ കണ്ണ് കാണാതെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്. നമ്മൾ കലാഭവൻ ഒക്കെ അഭിനയം കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ആന്റണി സിനിമയിൽ നമ്മുടെ കുട്ടിയേട്ടന്റെ അഭിനയം കണ്ടിട്ടുണ്ട്. അതൊരു ഒറിജിനാലിറ്റി ആയിട്ട് തോന്നണം. അപ്പൊ അതിന് എന്തെങ്കിലും ട്രെയിനിങ് ചെയ്തിരുന്നു? ട്രെയിനിങ് ഞാൻ ആക്ച്വൽ ബ്ലൈൻഡ് ആയ ആൾക്കാരുടെ ഇന്റർവ്യൂസ് കണ്ടു. അതാണ് ഇന്റർവ്യൂസ് കണ്ട് അവരെ ഒബ്സർവ് ചെയ്തു എന്നുള്ള മൂവീസിനെക്കാളും ആക്ച്വലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാര് അവരെങ്ങനെയാണ്, അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സ് എങ്ങനെയാണ്, അവര് എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, അവരുടെ ലിസണിങ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ആക്ച്വലി അവരുടെ ഇന്റർവ്യൂസ് കണ്ട് അതിനെ ഒബ്സർവ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എക്സ്ട്രാ കുറച്ചും കൂടി ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ നേരിന്റെ സെറ്റിലോട്ട് ചെന്നത്. ഇപ്പൊ കുറച്ചു മുമ്പ് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, കണ്ണ് നിറയുന്നത് പോലെ ഫീൽ ചെയ്ത പോലെ എനിക്ക് തോന്നി. നിങ്ങൾ തമ്മിൽ ഒരു സീനിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ജിത്തു സാറിന്റെ വൈഫും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അത് ശരിക്കും ഫീൽ ചെയ്ത് അഭിനയിച്ച ഒരു സീനാണ്. അത് കണ്ണ് നിറയുന്നതായിട്ട് എനിക്ക് തോന്നിയത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന്. അതെങ്ങനെയാണെന്ന് ഓർത്തെടുക്കുകയാണ്. നമുക്ക് അവിടെ ഒന്നും പറഞ്ഞില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചാണ്. ആ സീൻ പെർട്ടിക്കുലർ എനിക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ ഭയങ്കര കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കിയിട്ടുണ്ട്. എന്നെ മാക്സിമം എത്രത്തോളം എന്നെ കംഫർട്ട് ആക്കാൻ പറ്റും അത്രത്തോളം എല്ലാവരും നോക്കിയിട്ടുണ്ട്. ജിത്തു സാർ ആണെങ്കിൽ ഓരോ സീൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ഡ്രസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ആ സീൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയണം. അതൊക്കെ എന്നോട് പ്രോപ്പർ പറഞ്ഞ് ഇതുവരെ ഓക്കെ ആണോ എന്നൊക്കെ എന്നോട് പ്രോപ്പറായി ചോദിച്ചാൽ അത്രയും കംഫർട്ട് ആക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അധികം ആൾക്കാരൊന്നും ആ റൂമിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്നത് ലിൻഡ ചേച്ചിയും പിന്നെ നമ്മുടെ ശാന്തി ചേച്ചിയുമാണ്.
അപ്പം എനിക്ക് ആ സീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു എന്താ പറയാ, തലയിൽ ഭയങ്കര ഒരു ഹാർട്ട് ഒരു ഭാരം കയറ്റി വെച്ചൊരു ഫീൽ ആയിരുന്നു എനിക്ക് ആ സീൻ കഴിഞ്ഞിട്ട്. ആ സീൻ ചെയ്യുമ്പോഴൊക്കെ ഒക്കെ നോർമലി ചെയ്തതിന് മുന്നേ നമ്മൾ സാധാരണ പോലെ വർത്താനൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു കനം ഉണ്ടായിരുന്നു എനിക്ക് ടോട്ടലി. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ശാന്തി ചേച്ചിനെ പോയി കെട്ടിപ്പിടിച്ചു, ലിൻസിനെ പോയി കെട്ടിപ്പിടിച്ചു. കുറെ സമയം നിന്നു. അപ്പൊ ആള് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു. കാരണം മേ ബി സാറ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കുന്നതുകൊണ്ടായിരിക്കും. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള പെൺകുട്ടികളെ പറ്റി ആലോചിക്കുമ്പോൾ അവര് പോയ ട്രോമാസും ഒക്കെ ആലോചിക്കുമ്പോൾ, അവർ കടന്നുപോയ ട്രോമാസ് ആലോചിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് അത് പെർഫോം ചെയ്യുക, അതിനകത്ത് നിന്ന് ആ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ആ ക്യാരക്ടറായി നിന്നുകൊണ്ട് നിൽക്കുക, കുറച്ച് പാടുള്ള പരിപാടിയായിരുന്നു എനിക്ക്. ഈ തലയിൽ ഒരു കനം കയറ്റി വെച്ച പോലെ ആയിരുന്നു. ബട്ട് എന്നെ കംഫർട്ട് ആക്കാൻ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിൻഡ ചേച്ചിയും ശാന്തി ചേച്ചിയും ആ സമയത്ത് തന്ന സപ്പോർട്ട് ഭയങ്കര വലുതാണ്. കൂടെ ഇരുന്ന് എന്നെ ഓക്കെ ആക്കി. അങ്ങനെയായിരുന്നു ഓണത്തിന്റെ അന്നാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. തിരുവോണത്തിന്റെ അന്നാണ് നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെ മാക്സിമം കംഫർട്ട് ആക്കിയിട്ടാണ് ആ സീൻ എല്ലാവരും ഷൂട്ട് ചെയ്തത്. അതാണ് ഞാൻ എടുത്തു ചോദിച്ചത്. ആ ഒരു ഇവിടെ പറയുകയും കൂടെ ചെയ്തപ്പോൾ ആ മൊമെന്റ് ഭയങ്കര ഭാരമായിരുന്നു. സീരിയസ്ലി ആയിരുന്നു. അവസാന ക്ലൈമാക്സ് ആണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത്. അത് നിൽക്കുകയാണ് ഇപ്പോഴും. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ്. അനശ്വരയായിട്ടുള്ള എനിക്ക് സാറ ഇവിടെ സ്ക്രീനിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ആ ക്ലൈമാക്സിൽ സിദ്ദിഖുമായിട്ടുള്ള ആ ഒരു സീൻ, അത് ചെയ്യുമ്പോൾ ഇത്ര ക്രൂരനായ ഒരു അഭിഭാഷകൻ അല്ലേ, ഇത്ര ക്രൂരനായ അഭിഭാഷകൻ. അതുപോലെ നമ്മുടെ പ്രവർത്തനം വേണം, നമ്മുടെ പ്രവൃത്തി വേണം. എനിക്ക് ആ കൈയൊക്കെ ഓടിക്കുമ്പോൾ നമ്മളൊക്കെ ഇത് വിട്ടിട്ട് പോവോ, സാറേ ഇത് വേണ്ടാന്ന് വെച്ചിട്ട് പോവോ, നമ്മളെ എങ്ങനെ മുന്നിലാണ് ജിത്തു സാറ് നിൽക്കുന്നത്, സാറ് ഒഴിവാക്കി പോവോ? ആ ഒരു മൂവ്മെന്റ് എങ്ങനെയാ ഓർക്കുന്നത്? എനിക്ക് സ്ക്രിപ്റ്റ് ഞാൻ ഡയലോഗ് വായിക്കുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര എന്ന് തോന്നിയൊരു സാധനം ഡയലോഗ്. കാരണം അത്രയും എന്താ പറയാ ഇതായിട്ടുള്ള ഡയലോഗുകളാണ് ഓരോ പോയിന്റ്. ഇപ്പൊ ശാന്തി ചേച്ചി പറഞ്ഞു അങ്ങനത്തെ വൃത്തിയായിട്ട് ഡയലോഗ് ഞാൻ ഏതിലാ ജിത്തു സാർ പറഞ്ഞു. ഇങ്ങനെയുള്ള ഡയലോഗാണ്. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യൻ, നമുക്കും ഒരു ദേഷ്യം തോന്നുമല്ലോ ആ ഒരു ക്യാരക്ടറിനോട്. സിദ്ദിഖൊക്കെ പ്ലേ ചെയ്ത ഒരു ക്യാരക്ടറിനോട് നമുക്കും ഒരു ദേഷ്യം തോന്നും. അപ്പം അവർക്ക് എങ്ങനെയാണ് അതെങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നൊരു ഒരു കല്ലുകടി ഉണ്ടാവുമല്ലോ, അതെനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എനിക്ക് കിട്ടി. അപ്പം സീനിൽ ചെയ്യുമ്പോഴാണെങ്കിലും സിദ്ദിഖിക്ക് അത്രയും അത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് അത്ര ഇതിൽ നിൽക്കുന്ന ഒരാളാണ് സിദ്ദിഖ്. ആ ഷോട്ടിൽ വന്നിട്ട് ഭയങ്കര ലൈറ്റ് ആയിട്ട് സംസാരിച്ച്, അതാണെന്ന് എന്റെ സിദ്ദിഖിയുടെ ഫസ്റ്റ് കോമ്പിനേഷൻ സീൻ അതായിരുന്നു. അതെ ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീൻ ഫസ്റ്റ് എടുത്തത് അതായിരുന്നു. അപ്പം എന്നെ ഭയങ്കര ലൈറ്റ് ആക്കി കൊണ്ടുവന്ന് എന്നോട് വെറുതെ വിശേഷമൊക്കെ ചോദിച്ച് എന്നിട്ടാണ് നമ്മൾ ആ സീൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ആളുടെ അഭിനയം എനിക്ക് മോണിറ്ററിലാണെങ്കിലും ആക്ച്വലി സൈഡിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആളുടെ ഒരു എക്സ്പ്രഷനൊക്കെ കാണുന്ന സമയത്ത് ഞാൻ വാഹ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത്രയും നമ്മൾ പിടിച്ചു നിന്നാലേ നമുക്ക്, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മളും ഒരു ഇത് കൊടുക്കാൻ നമുക്ക് തോന്നും. ഓപ്പോസിറ്റിലെ ആൾക്കാര് അത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്കും ആ ഒരു എനർജി കിട്ടും. അതാണ്. സോ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ദുഷ്ടനായ ഒരു അഭിഭാഷകൻ അല്ലേ? അതെ. നമ്മൾ ഒരിക്കലും ആരാണ് വരുന്നത് പറയില്ല. നമ്മുടെ എതിർഭാഗം വക്കീൽ പറയുന്നുണ്ട് ഞങ്ങൾ ഒരാളെ കൊടുക്കുമെന്ന് പറയും, സിദ്ദിഖ വരുന്നതെന്ന് അഡ്വക്കേറ്റ് വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പിന്നീട് അവിടെ കൊണ്ടുവച്ചിട്ടുള്ള ക്ലൈമാക്സ് നമ്മള്. പിന്നെ അതിൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ശാന്തി ചേച്ചി ഇന്ന് പറയണ്ടായി ഒരു റിവ്യൂ, ഒരാള് ഒരു സ്ത്രീ ഇട്ടൊരു റിവ്യൂ. അതായത് ഈ സാറ ഇങ്ങനെ പോകുന്നതിന് മുന്നേ ഒരു മേ ഐ എന്ന് ചോദിക്കുന്നുണ്ട്, കൺസെന്റ് ചോദിക്കുന്നുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് ടോട്ടലി പടത്തിനകത്ത് നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, കൺസെന്റ് എന്നൊരു വാക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് കൺസെന്റ്. അതായത് ഇത് ചെയ്തോളൂ എന്ന് കോടതി വരെ പറഞ്ഞിട്ടും, അതായത് ഇത് ഓക്കെ ചെയ്യൂ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കോടതി അനുവദിച്ചിട്ടും ആ ആളോട് മേ ഐ എന്ന് ചോദിച്ചിട്ട് കൺസെന്റ് ചോദിച്ചിട്ട് പോകുന്ന ഒരു സീൻ, അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് ആ സീൻ കാണിച്ചു തന്നു എന്ന്. പിന്നെ എനിക്ക് അതിനകത്തുള്ള ഒരു സീൻ, നമ്മളൊരു കുടുംബം എന്താണെന്ന് കാണിക്കുന്ന ഒരു നമസ്കരിക്കുന്ന ഒരു സീൻ, അത് ഒരു പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഉള്ളിൽ കൊണ്ടു. കാരണം അച്ഛനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ നോക്കുന്നു അല്ലെ, അമ്മയെ കരയിപ്പിക്കുന്നു. അവിടെയും നമ്മള് ആശ്രയം ദൈവത്തിലേക്ക് എന്നുള്ള ഒരു കഥാപാത്രത്തിനെ കാണിക്കുകയാണ്. അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും നമുക്ക് ഉൾക്കൊണ്ടാണ്. പിന്നെ ക്ലൈമാക്സിൽ ലാലേട്ടന്റെ കണ്ണ് നിറയുന്ന ഒരു സീൻ, അതെങ്ങനെ കാണുന്നു? അതായത് ഞാൻ പറഞ്ഞ പോലെ 4 ക്യാമറാസ് ടോട്ടൽ ഉണ്ടായിരുന്നു. ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാൽ സാറിന്, അതായത് ഒരു വിജയമോഹനെ കാണുന്ന ഒരു ഫീൽ. ലാൽ സാർ എന്നൊരു ആക്ടറിനേക്കാൾ ഒരു വിജയമോഹൻ എന്ന ഒരു വക്കീല് ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള, ബട്ട് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ കണ്ണിൽ നിന്നൊരു വെള്ളത്തുള്ളി ഇങ്ങനെ വീഴുന്ന സമയത്ത് അതാണ്. അപ്പൊ ഞാനിങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുമ്പോ
ആ ഒരു ആക്ടറിനെ അല്ലെങ്കിൽ ആ വിജയ് മോഹനെ കാണുന്ന സമയത്തുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതാണ് എനിക്ക് ആ സീനിൽ തോന്നിയത്. അപ്പൊ സീൻ കഴിഞ്ഞിട്ടും എല്ലാവരും സെറ്റിലെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ടോട്ടലി പടം കണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സീൻ കഴിഞ്ഞിട്ട്. എനിക്ക് ഇപ്പോഴും അത് മോണിറ്ററിന്റെ പിന്നെ കാണുമ്പോൾ വാവ് ഫാക്ടർ അടിച്ചൊരു സീനാണത്. ഈ സിനിമ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. സാറായ അമ്മമാര് സ്വീകരിച്ചു, അനിയന്മാര് സ്വീകരിച്ചു, പെങ്ങന്മാര് സ്വീകരിച്ചു, എല്ലാവരും സ്വീകരിച്ചു. ആ പ്രേക്ഷകരോട് എന്താണ് പറഞ്ഞത്, ആ സ്വീകരിച്ചവരോട്? ഒരുപാട് സന്തോഷമുണ്ട് സാറെ നേരിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതിന്, എല്ലാരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കൂടി എന്നെയും അപ്രീഷിയേറ്റ് ചെയ്തതിന്, അനുമോദിച്ചതിന്, സ്വീകരിച്ചതിന്, ഇരുകൈയും നീട്ടി സ്വീകരിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങളുടെ സ്നേഹമാണ്, നിങ്ങളുടെ പ്രചോദനമാണ് എന്നെ മുന്നോട്ട് പോകാൻ നയിക്കുന്നത്. സിനിമ കാണാത്തവർ തീർച്ചയായും തിയേറ്ററിൽ പോയിരുന്ന് പടം കാണും. തീർച്ചയായിട്ടും സാറ എന്ന കഥാപാത്രത്തിൽ തന്നെ പറഞ്ഞ സാറ എന്ന കഥാപാത്രം അനശ്വരമാക്കിയിട്ടുണ്ട്. ഇനിയും ഒത്തിരി സിനിമകൾ ചെയ്യണം. ഇനിയും പ്രേക്ഷകരുടെ മനസ്സിൽ ആ കുട്ടിത്തത്തോടു കൂടിയുള്ള കഥാപാത്രങ്ങളും ഇതോടുള്ള സീരിയസ് കഥാപാത്രം ചെയ്യാൻ അനശ്വരയ്ക്ക് ഭാഗ്യമുണ്ടാകട്ടെ. എന്നും കൂടെ ഉണ്ടാകും. ഞാൻ ഉൾപ്പെടുന്ന മാധ്യമ ലോകം കൂടെ ഉണ്ടാകും. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. ഒരുപാട് സന്തോഷം. താങ്ക് യു.